എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി കുക്ക് വിത്ത് റിനിയിലേക്ക് സ്വാഗതം. ഈ ചൂട് കാലത്ത് നമ്മളെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയൊരു റോയൽ ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഫലൂദ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫലൂദയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ജെല്ലി തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഇതുപോലെയുള്ള ജെല്ലി ഡെസേർട്ട് റെഡി മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ജെല്ലി തയ്യാറാക്കി എടുക്കാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെയുള്ള മിക്സുകൾ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത്. ഓരോ ബ്രാൻഡിന്റെയും ഈ ജെല്ലി മിക്സ് തയ്യാറാക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കവറിൽ നോക്കി അത് തയ്യാറാക്കുന്ന രീതി വായിച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലെ ഈ പൗഡർ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് 130 ml നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 130 ml തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ 10 കശുവണ്ടി എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫലൂദയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവ് വേവിച്ചെടുക്കണം. ഇതുപോലെ ഫലൂദ സേവ് എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി സേവ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ, വെർമിസെല്ലി, അത് കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് വേവിച്ച് എടുത്താലും മതി. ഞാനിവിടെ കയ്യിൽ ഫലൂദ സേവ് ഉള്ളത് കൊണ്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുപോലുള്ളൊരു കുഴിവുള്ള പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും ഈ സേവ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ സേവ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റി മാറ്റണം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റി മാറ്റുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഈ സേവ് മാറ്റി കൊടുക്കണം. ഈ തണുത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം ഈ സേവ് ഇട്ട് വെച്ചേക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അതിലെ വെള്ളമെല്ലാം ഇതുപോലെ തന്നെ ഊറ്റി കളയുക. നന്നായിട്ട് ആ വെള്ളം പോയി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ഫലൂദയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല തണുത്തിട്ടായിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ച് ആറ്റിയെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുറച്ച് കശുവണ്ടി പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ പാലിൽ തന്നെ കശുവണ്ടി അരച്ചെടുത്താൽ മതി, വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം എന്ന് മാത്രം. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ട് ഈ പാല് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് കുറുകി കിട്ടത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ്സ് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് വേഗം തന്നെ കുതിർന്ന് കിട്ടും. ഫലൂദയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ എടുത്തിരിക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയുമാണ്. അപ്പം നട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ജെല്ലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന പാലാണ്. ഇത് ആദ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പാട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫലൂഡയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കാൻ പറഞ്ഞത്.
സബ്ജ സീഡ്സും ഈ സമയം കൊണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ 2 ഗ്ലാസ്സിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഗ്ലാസിന്റെ അരികിൽ കൂടെയൊക്കെ ഇതുപോലെ കുറച്ച് റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെയും ഒരല്പം ഒരു 1/2 ടീസ്പൂണോളം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫലൂദ സേവ് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജെല്ലിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ റോസ് സിറപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ തവണയും കൂടെ ഒരു ലെയറും കൂടെ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ്. ഇനി ഏറ്റവും മുകളിലായിട്ട് വാനില ഐസ്ക്രീമിന്റെ 2 സ്കൂപ്പും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ഒക്കെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. ഞാൻ കുറച്ച് റോസ് സിറപ്പും കൂടെ അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫലൂദ. ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആപ്പിളും പഴവും ഒക്കെ പോലുള്ള ഫ്രഷ് ഫ്രൂട്ട്സും ചേർത്തിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി പോലുള്ളതൊക്കെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫലൂദ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ചൂട് കാലത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ അവരും നല്ല ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.